പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ സുതാരമാഷ് പറയുകയാണ്, കഴിഞ്ഞതിനെ ചൊല്ലി കണക്കെടുക്കാനോ വിശദീകരിക്കാനോ അല്ല ഞാൻ വന്നത്, എനിക്ക് വേദയെ കണ്ടൊന്ന് സംസാരിക്കണം. അപ്പോൾ ശങ്കരൻ ചോദിക്കുകയാണ്, അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണോ? സുതാരമാഷ് പറയുകയാണ്, അവരെത്ര പക്വത വന്നാലും നമ്മളല്ലേ അവരെക്കാൾ കൂടുതൽ ജീവിതം കണ്ടിട്ടുള്ളത്, അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ ശങ്കരൻ പറയുകയാണ്, മാഷ് പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ രണ്ട് കുടുംബക്കാരും ചേർന്ന് നടത്തിക്കൊടുത്ത വിവാഹമല്ല ഇത്, നമ്മളല്ല തീരുമാനമെടുക്കേണ്ടത്, അവർക്ക് തീരുമാനം എടുക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. മാഷ് അന്ന് എന്നോട് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വേദയെ ഇവിടെ നിന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടേയില്ല. പക്ഷേ ഇപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അവൾ വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാം വേണ്ടാന്ന് വെച്ച് അവൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇനി അങ്ങോട്ട് ക്ഷണിക്കാതിരിക്കുന്നതല്ലേ മാഷിന് നല്ലത് എന്ന് ചോദിക്കുമ്പോൾ സുതാരമാഷ് പറയുകയാണ്, അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, വേദ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്, അത് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അന്തരീക്ഷവും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ശങ്കരൻ വീട്ടിൽ നിന്നായിരിക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയുകയാണ്, ഇല്ല, അവർ തമ്മിലും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ കാരണമെന്ന് വേദയ്ക്ക് മാത്രമേ അറിയൂ. എനിക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എൻ്റെ മകൻ്റെ കുറച്ച് സത്യങ്ങൾ ഞാൻ ആ അമ്പലത്തിൽ വെച്ചാണ് അറിഞ്ഞത്. അന്ന് അത് അറിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ ആ 3 ദിവസം എനിക്കെന്താ പുറലോകത്ത് നടന്നതെന്ന് പോലും അറിയില്ല. ആ 3 ദിവസങ്ങളിലാണ് വേദ ഇങ്ങനെ പോകണമെന്ന് തീരുമാനമെടുത്തത്. അതെന്താണെന്നറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ടാവുമല്ലോ സാറേ, അതുകൊണ്ടാണ് ഞാൻ വേദയെ കാണണമെന്ന് പറയുന്നത്. ഇങ്ങനൊരു വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നും എനിക്കറിയാം. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല വേദ. അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ വീട് മനോഹരമാക്കിയിട്ടേ ഉള്ളൂ. അവൾക്ക് ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകണമെന്നേ തോന്നിയിട്ടില്ല. ഞങ്ങളോട് ദേഷ്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ വീട് ഇത്തരത്തിൽ അവൾ മാറ്റിയെടുക്കില്ലായിരുന്നു. ആ 1 വർഷം കൊണ്ട് അവൾ ഞങ്ങളെ എല്ലാവരെയും മാറ്റി, വീട്ടിൽ സന്തോഷം കൊണ്ടുവന്നു, എല്ലാ തെറ്റിദ്ധാരണയും മാറ്റി സന്തോഷത്തോടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇതെല്ലാം കേട്ടിട്ട് വേദയുടെ അമ്മ പറയാണ്, ശങ്കരേട്ടാ, അവർ സംസാരിക്കുന്നതിൽ സംസാരിക്കട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കട്ടെ, നമ്മളുടെ മകളുടെ സന്തോഷത്തിന് അത് തന്നെയല്ലേ നല്ലത്. എന്താന്ന് വെച്ചാൽ ഇവിടെ വെച്ച് തീരുമല്ലോ, വെറുതെ വഴിയിലൊക്കെ വെച്ച് കണ്ട് സംസാരിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഇതല്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദീപ്തി ചായ ആയിട്ട് വരുന്നു. അങ്ങനെ ചായയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ശങ്കരൻ പറയുകയാണ്, എനിക്ക് സംസാരിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവളോട് സംസാരിക്കാം, പക്ഷേ ഇമോഷണലായിട്ട് അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറയുമ്പോൾ മാഷ് പറയാണ്, അത് ഒരിക്കലും വേദയുടെ അടുത്ത് നടക്കില്ല. അവൾ മിടിക്കുകയാണ്, അവൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ അറിയാം. അതുകൊണ്ട് അത്തരം ഒരു ഭയം നിങ്ങൾക്ക് വേണ്ട. എന്തായാലും വിക്രം ആദ്യം ചെന്ന് സംസാരിക്കട്ടെ, പിന്നീട് ഞാൻ പോയി സംസാരിക്കാം എന്ന് പറയുമ്പോൾ ശങ്കരൻ ദീപ്തിയെ വിളിച്ചിട്ട് പറയുകയാണ്, നിന്റെ ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറ, ദേ ഇവർക്ക് സംസാരിക്കണം, എല്ലാ കാര്യങ്ങളും വേദയോട് പറയാനായിട്ട് പറയുന്നു. അങ്ങനെ ദീപ്തി വളരെ സന്തോഷത്തോടെ വേദയുടെ മുറിയിലേക്ക് എന്നിട്ട്, ദേ ചേച്ചിയെ കാത്ത് 2 പേര് താഴെ ഇരിപ്പുണ്ട്, ആരാണെന്ന് പറയാൻ പറ്റുമോ? വേദ വിക്രമാണോ എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുകയാണ്, എപ്പോഴും വിക്രമേട്ടൻ്റെ കാര്യം തന്നെയാണല്ലേ? ആ, വിക്രമേട്ടൻ തന്നെയാ, പിന്നെ അച്ഛനും വന്നിട്ടുണ്ട്. അപ്പോൾ വേദ പറയുകയാണ്, ഞാൻ ഇവിടെ ഇല്ല, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയാൻ പറയുമ്പോൾ ദീപ്തി പറയുകയാണ്, അതെങ്ങനെയാ വീട്ടിൽ വന്നവരോട് എങ്ങനെയാ സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ചേച്ചി വന്ന് അവരോട് സംസാരിക്കും. അപ്പോൾ വേദ പറയുകയാണ്, വേണ്ട, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, നീ അവരോട് എനിക്ക് സുഖമില്ലെന്ന് പറയാൻ പറയുമ്പോൾ ദീപ്തി പറയുകയാണ്, ഞാൻ സുഖമില്ലെന്ന് പറയുകയാണെങ്കിൽ അച്ഛനാണെങ്കിൽ എന്താണെന്നറിയാൻ മുകളിലേക്ക് വരും, പിന്നെ എല്ലാവരും സംസാരിക്കാനായിട്ട് വരും, എന്താ അത് വേണോ? അപ്പോൾ വേദ പറയാം, അതൊന്നും വേണ്ട, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് തീർത്ത് നീ പറഞ്ഞേരെ. അപ്പോൾ ദീപ്തി പറയാം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വിക്രമേട്ടൻ ഇവിടെ വന്ന് സംസാരിച്ച ചേച്ചിയുടെ എല്ലാ പിണക്കങ്ങളും മാറും. ചേച്ചി എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ വിക്രമേട്ടനെ കണ്ടാൽ അറിയാം, അതിന് കാരണക്കാരൻ വിക്രമേട്ടനല്ല. എന്തായാലും ഞാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞിട്ട് ദീപ്തി താഴേക്ക് പോകുന്നു. വേദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ദീപ്തി താഴേക്ക് വന്നിട്ട്, വിക്രമേട്ട ചേച്ചി മുകളിലുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അമ്മ ചോദിക്കാം, വേദ തന്നെയാണോ പറഞ്ഞത്? അപ്പോൾ ദീപ്തി പറയാം, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്, വിക്രമേട്ടനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിക്രം മുകളിലേക്ക് ചെല്ലുമ്പോൾ വേദ റൂമിൽ നിന്നിറങ്ങി വിക്രമിൻ്റെ അരികിലേക്ക് വരുന്നു. അങ്ങനെ വിക്രം വേദയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, നീ ഇത് സ്വമേധയെ എടുത്ത തീരുമാനമാണോ അല്ലയോ? അപ്പോൾ വേദ ആണ് എന്ന് പറയുമ്പോൾ വിക്രം പറയാം, അത് ഞാൻ വിശ്വസിക്കണമായിരിക്കും. വേദ ദേഷ്യത്തിൽ, നിങ്ങളാണോ അല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ അല്ലെന്ന് മറുപടി പറഞ്ഞു. ഇനിയും വിശദീകരണം വേണം. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, അതിനുള്ള കാരണം കൂടി എനിക്കറിയണം. എന്തിനാ ഞാൻ ശബരിമലയിൽ പോകുന്നത് വരെ നീ കാത്തിരുന്നത്? അതിന് മുൻപ് നിനക്ക് പോകാമായിരുന്നല്ലോ. അപ്പോൾ വേദ പറയുകയാണ്, അത് പിന്നെ അമ്മ നേർന്ന വഴിപാടല്ലേ, അതുകൊണ്ടാണ്. വേദ, ഞാനൊരു കാര്യം ചോദിക്കുക, നമ്മൾ തമ്മിൽ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും പറഞ്ഞിട്ടുണ്ട്, അപ്പോഴൊന്നും ചെയ്യാത്ത കാര്യം നീ എന്ത് അടിയന്തര കാര്യത്തിനാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? പറ, എന്താ നിന്റെ പ്രശ്നം? അതാ നീ തുറന്നു പറയേണ്ടത്.
അപ്പോൾ വേദ പറയുകയാണ്, എന്താന്ന് ചോദിച്ചാൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ചേർച്ചയുണ്ടോ? നമ്മുടെ കല്യാണം വരെ എന്ത് ചേർച്ച ഉണ്ടായിട്ടാണ് നടന്നത്? അപ്പോൾ വിക്രം പറയുകയാണ്, എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീ ആ വീട്ടിലേക്ക് വന്നു കയറിയത്? വേദ പറയാം, അതെ, ഞാൻ വന്നു കയറി, അതേപോലെ ഞാൻ ഈ വീട്ടിലേക്കും തിരിച്ചു വന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? വിക്രം സങ്കടത്തോടെ ചോദിക്കുകയാണ്, നീ അന്ന് വന്നതുപോലെയാണോ നമ്മൾ ഇപ്പോഴും ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയാം, എന്താ വ്യത്യാസം? നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഇല്ലല്ലോ. നിങ്ങൾക്കനുസരിച്ച് ഞാൻ മാറണമായിരിക്കും, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? അത്രയ്ക്ക് അങ്ങ് കുലസ്ത്രീയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ ഞാനൊരു തീരുമാനം എടുത്താൽ നിനക്ക് തിരികെ വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുകയാണ്, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശ്രീനി സാറുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാനത് അച്ഛന് വാക്കുകൊടുത്തിട്ടാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ പഴയ അച്ഛനെ തിരികെ തന്നത് നീയാ, അതുകൊണ്ട് ഞാൻ അച്ഛന് കൊടുത്ത വാക്ക് ഒരിക്കലും മാറ്റില്ല. ഇത് കേൾക്കുമ്പോൾ വേദ പറയാം, അവിടെ ഒരു ക്ലോസ് ഉണ്ടല്ലോ, ഇലക്ഷൻ വരെ, അതായത് ഇലക്ഷൻ വരെ നിങ്ങൾ ഇനിയും ശ്രീനി സാറിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. അപ്പം വിക്രം പറയാം, ഇലക്ഷൻ അത് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും, അതുകൊണ്ട് എനിക്ക് ഇലക്ഷൻ വരെ സാറിൻ്റെ കൂടെ നിന്നേ പറ്റൂ. വേദ പറയുകയാണ്, അതെ, നിങ്ങൾക്ക് ഒരിക്കലും അയാളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. വിക്രം സങ്കടത്തോടെ ചോദിക്കുകയാണ്, ഒരു വർഷം നീ എൻ്റെ കൂടെ കഴിഞ്ഞതല്ലേ, നിനക്കറിയില്ലേ ഞാൻ വാക്കിന് എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ടെന്ന്? അപ്പോൾ വേദ പറയാം, എനിക്ക് നിങ്ങളൊരു വാക്കും തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. നമ്മൾ രണ്ടുപേരും ആ വീട്ടിൽ ജീവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ഒരു ബന്ധവുമില്ല. ആ അവകാശവാദവും കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട. വിക്രം ചോദിക്കുകയാണ്, പക്ഷേ മനസ്സുകൊണ്ട് നീ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ആഗ്രഹിച്ചില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? എല്ലാവരുടെ ഞാൻ ഭർത്താവാണെന്ന് പറയാൻ നിനക്കൊരു മടിയുണ്ടായിരുന്നില്ലല്ലോ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ എന്നെ വിലക്കിയില്ലേ? കർശനമായിട്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അതെല്ലാം നീ ഭാര്യയുടെ അധികാരം എടുത്തല്ലേ പറഞ്ഞത്? അച്ഛനെ എന്ന് കാണാതായത് മുതലാണ് നീ ഈ തീരുമാനം എടുത്തത്. അതെന്തിനാണെന്ന് എനിക്കറിയണം. ഇത് കേൾക്കുമ്പോൾ വേദ പറയുകയാണ്, അച്ഛന് സംഭവിച്ചോല്ലേ എനിക്ക് സംഭവിച്ചാലൊന്നും എനിക്ക് പേടിയുണ്ട്. അപ്പോൾ വിക്രം, വേദ നീ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ വേദ പറയുകയാണ്, അതെ, എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഇത് ഞാനായിട്ട് എടുത്ത തീരുമാനമാണ്. വിക്രം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇത് നിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണമായിരുന്നു, അതിനാണ് ഞാൻ വന്നത്. എന്തായാലും സന്തോഷമായി. ഒരു കുടുംബജീവിതമൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, നീ വന്നപ്പോഴായാലും അതിന് മുൻപായാലും. പക്ഷേ ഇപ്പോൾ നീയായിട്ടൊരു ജീവിതം ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് അച്ഛന് ഈ വാക്ക് കൊടുത്തിട്ട് ഞാൻ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. നിന്നെ വിശ്വസിച്ച് ഞാനൊന്നും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ നീ ചെയ്യുക. സോറി, ഇനി മേലാൽ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. വേദയാണെങ്കിൽ വിക്രം കാണാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്